നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. ഇനി കാണാൻ പോകുന്നത് പ്രേക്ഷകർക്ക് ഏറെ പരിചയമുള്ള ഒരു സിനിമാ ദൃശ്യമാണ്. പറഞ്ഞു വന്നത് കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ചാണ്. നറുക്കെടുപ്പ് അല്ലെങ്കിലും നറുക്കു വീണൊരു വിമതന്റെ കഥ പറയാനാണ് ആദ്യം ഇത് ഓർമ്മിപ്പിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ UDF ഭരിക്കുമെന്ന് കട്ടായം പറഞ്ഞ സുധാകരൻ രാകേഷ് പറഞ്ഞത് കേട്ട് അസ്മാദൃശ്യനായി. ലോട്ടറി അടിച്ച കിട്ടുണിയെ പോലെ രാകേഷ് ഉറഞ്ഞു തുള്ളി. കഴിഞ്ഞ 2 വർഷമായി പള്ളിക്കുന്നിൽ UDFിനകത്തുണ്ടായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ചുണ്ടായ അവസാന വട്ട ചർച്ചയിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ 21 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ DCC പ്രസിഡന്റിന് സമർപ്പിച്ചെങ്കിലും നിഷ്കരുണം തള്ളുക മാത്രമല്ല, ഗസ്റ്റ് ഹൗസിലെ റൂമിൽ വെച്ച് പള്ളിക്കുന്നിലെ 7 സീറ്റും നഷ്ടപ്പെട്ടാലും UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, നിങ്ങളെ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവില്ല എന്ന ധിക്കാരത്തോടു കൂടിയാണ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഏറ്റവും ഒടുവിൽ വിമതനായി അവരുടെ ഗൂഢാലോചന അനുസരിച്ച് തന്നെ ഞങ്ങളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പിണ്ടം വെച്ച് പുറത്താക്കിയ കണ്ണൂർ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ മാറണമെന്ന നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇലക്ഷന് മുമ്പ് 21 ആവശ്യങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇലക്ഷന് ശേഷം വെറും 9 ആവശ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിച്ചത്. വോട്ട് ചെയ്ത് ഓട്ടക്കലമായി മാറിയ നാട്ടാരെ, പ്രിയ കുമ്മാട്ടിക്കടവുകാരെ, ഈ നാടിനെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ കുമ്മാട്ടിക്കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും അവസരവാദികളായ രാഷ്ട്രീയക്കാരെ ഈ മണ്ണിൽ നിന്നും തുരത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, ചുറുചുറുക്കുള്ള, കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കണം കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇന്നലെ വരെ ദൃശ്യമാധ്യമങ്ങളോടോ മറ്റുള്ളവരോടോ പുറത്ത് പറയാതെ തന്നെ ഞങ്ങളത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്ന് വരെ പരിഹരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. യുവത്വത്തിന്റെ കത്തിജ്വലിക്കുന്ന രോഷാഗ്നിയിൽ ഈ കപട രാഷ്ട്രീയ കോലങ്ങൾ ചാമ്പലാകട്ടെ. കാരണം ഏറ്റവും ഒന്ന്, പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് പിരിച്ചുവിട്ടത് ആരുടെ നിർദ്ദേശം അനുസരിച്ച്, എന്തിനു വേണ്ടി പിരിച്ചുവിട്ടു? കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് പിരിച്ചുവിടുകയും ആ പിരിച്ചുവിട്ട് ആ ഭരണസമിതി അംഗങ്ങളെ ബാങ്കിനകത്ത് വെച്ച് നിഷ്കരുണം മർദ്ദിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അത് അന്വേഷിക്കാൻ പോയ ഞാനും പള്ളിക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എൻ്റെ സഹോദരന്മാരുൾപ്പെടെ അടിച്ച് അവിടെ ദേഹോദ്രവമേൽപ്പിച്ച് ചോരപ്പുഴ ഒഴുകിയപ്പോഴും രണ്ടാമത്തെ ആവശ്യം എന്നത് ഈ നിയമവിരുദ്ധമായി സഹകരണ വകുപ്പിൻ്റെ സഹകരണ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പള്ളിക്കുന്ന് സഹകരണ ബാങ്ക് പിരിച്ചുവിട്ട കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ അവരുടെ നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തു, വീണ്ടും പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപിച്ച ഭരണസമിതിയെ വീണ്ടും പിരിച്ചുവിട്ടുകൊണ്ട് 30/6 നിയമവിരുദ്ധ നടപടി എടുക്കുകയും അത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് അത് താൽക്കാലികമായി സ്റ്റേ തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും പള്ളിക്കുന്ന് ബാങ്ക് കടിഞ്ഞൂൽ മത്സരത്തിന്റെ പടയൊരുക്കം തന്ത്രപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ മാഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഉത്കണ്ഠ പിള്ളയ്ക്കും ആമത്തോമയ്ക്കും ഇവിടെ നിൽക്കകളി ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിൽ നിയമവിരുദ്ധ നടപടിയെടുത്ത കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാറെ കണ്ണൂർ ജില്ലയ്ക്ക് വെളിയിൽ സ്ഥലം മാറ്റണമെന്നും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നും ആവശ്യമാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ. അതുപോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനോ UDF നേതൃത്വത്തിനോ ഇന്ന് വരെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കണ്ണൂരിലെ നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്തുന്ന 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആവശ്യമായ അച്ചടക്ക നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് അഴിമതിയും കൈക്കൂലിയുമെല്ലാം ഈ കുമ്മാട്ടിക്കടവിനെ ക്യാൻസർ പോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. അഴിമതി ഇന്നലെ തുടങ്ങിയതല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ എന്താ കാരണം? നാളെ എന്നെ പോലുള്ളവർ നാളെ ഈ കണ്ണൂരിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മരിച്ചു വീണാൽ ചിലപ്പോൾ
അതിനെതിരെ പോലും അന്വേഷണമില്ലാതെ അത് എഴുതി മൂടപ്പെടുന്ന ഒരു അവസ്ഥ കണ്ണൂരിൽ നാളെ മറ്റൊരു കോൺഗ്രസ്സുകാരനും എന്നെ പോലുള്ള ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വികാരമാണിത്. ആ വികാരം കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി കൂടവ വിരിഞ്ഞു. പിന്നീട് ഞങ്ങൾ മറ്റൊന്ന് കാര്യം പറഞ്ഞത്, ഈ അവസ്ഥ കണ്ണൂരിലെ കോർപ്പറേഷനകത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ അവസ്ഥക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പള്ളിക്കുന്ന് മണ്ഡലത്തിലെ ഏകാംഗ മണ്ഡലം പ്രസിഡന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. പുതിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്യണം. അതോടൊപ്പം ചെറക്കൽ ബ്ലോക്കിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മണൽ മാഫിയ, ബ്ലേഡ് മാഫിയ, ഏറ്റവും ഒടുവിലായി ഒരു കൊലപാതകത്തിന് പോലും കൂട്ടുനിന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ ഇന്നത്തെ KPCC നേതൃത്വത്തിന്റെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റണം. 600 വോട്ടിന് ജയിക്കേണ്ട ഒരു UDFന്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, 400 വോട്ടിന് പരാജയപ്പെടുത്തി. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരാളെ നോമിനേറ്റ് ചെയ്ത് ബ്ലോക്ക് കമ്മിറ്റി പുനഃസ്ഥാപിക്കണം. ഈ നാട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്തി പറയുകയാണ്, മറ്റൊന്ന് DCC നേതൃത്വം മാറണം. ഇതൊരു യുദ്ധത്തിന്റെ തന്ത്രം ആരെങ്കിലും വെളിപ്പെടുത്തുമോ? അങ്ങനെയില്ലല്ലോ. യുദ്ധമാണ്. അതിന് കുറെ സ്ട്രാറ്റജിക്കൽ കുറെ യുദ്ധ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ എല്ലാം പ്രയോഗിക്കും. പക്ഷെ ആ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഞങ്ങളൊരു കെട്ടായിരിക്കും. ഏറ്റവും ഒടുവിലായി അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെ പുറത്താക്കിയ 9 പേരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം. മറ്റൊന്ന്, പാർലമെന്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സുമാ ബാലകൃഷ്ണനായാലും ഏത് ബാലകൃഷ്ണനായാലും ഈ നാട്ടിൽ ഒരു ഉറച്ച ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അതിന് ഈ ഉൾക്കണ്ടമുള്ളതിനെ ജയിച്ചേ പറ്റുമെന്ന് ജനങ്ങൾക്കറിയാം. ഈ കണ്ട സൗദാമിനിയുടെ, അന്നാമയുടെ, സുബൈദയുടെ ഒക്കെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ തുടങ്ങിയാൽ ഇതൊക്കെ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ അവസാനത്തെ നിമിഷവും കോൺഗ്രസ്സുകാരന്റെ ആത്മനൊമ്പരം, എന്നെ പോലുള്ള 10,000-കണക്കിന് കോൺഗ്രസ്സുകാരുടെ ആത്മവികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാ, അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. വേണ്ട വിജയ, ഇപ്പോഴൊന്നും പറയണ്ട. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. അന്ന് അവർ പറയും, നെറിയുള്ളവരാണ് വിശ്വനാഥൻ. വോട്ടല്ല നമുക്ക് വലുത്, കുമ്മാട്ടിക്കടവിന്റെ പുരോഗതിയാണ്. നീ വാ. ഇത് നേതൃത്വം കണ്ണു തുറന്ന്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കണ്ണു തുറന്ന് കാണാനും ഇത് തിരുത്താനും തയ്യാറില്ലെങ്കിൽ ഇതൊരു അവസാനത്തെ മാൻഡേറ്റ് അല്ല. ഇന്ന് നിരുപാധികമായ ഒരു പിന്തുണ മാത്രമാണ്. ഏത് സമയം വേണമെങ്കിലും പിൻവലിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വതന്ത്രമായ തീരുമാനം എനിക്ക് എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള തീരുമാനം പിന്നീട് ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നുമായിരുന്നില്ല തമാശ. കണ്ണൂർ കോർപ്പറേഷൻ UDF തന്നെ ഭരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ സുധാകരന്റെ പ്രസ്താവന അതൊന്നു മാത്രം മതി ഒരു ശരാശരി കോൺഗ്രസ്സുകാരനെ അഹങ്കാരിയാക്കാൻ, ഒരു വലിയ അഹങ്കാരി. ആ പ്രസ്താവന ഓർത്തിരിക്കുന്ന മലയാളിയുടെ ശരാശരി ഭാവം ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും. ഇതൊരു യുദ്ധത്തിന്റെ തന്ത്രം ആരെങ്കിലും വെളിപ്പെടുത്തുമോ? അങ്ങനെയില്ലല്ലോ. യുദ്ധമാണ്. അതിന് കുറെ സ്ട്രാറ്റജിക്കൽ കുറെ യുദ്ധ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ എല്ലാം പ്രയോഗിക്കും. പക്ഷെ ആ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഞങ്ങളൊരു കെട്ടായിരിക്കും. യുദ്ധത്തിന്റെ ഫലം അത് തീരാതെ പറയാൻ പറ്റുമോ? ഞങ്ങൾ 100% ഈ കോർപ്പറേഷൻ UDF ഭരിക്കും. ഉദാരമതിയായ ഒരു കലാകാരനെ കുറിച്ചാണ് ഇനി. പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതല്ലേ. മൊയ്തീനും കാഞ്ചനമാലയും ഇരുവഴിഞ്ഞിപ്പുഴയും മുക്കവുമൊക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ട് വേണോ നാട്ടുകാരറിയാൻ? എന്തായാലും ജനപ്രിയ നായകന്റെ ജനപ്രിയ വാക്കുകൾ കേൾക്കാം. കാര്യങ്ങൾ ഈ പറയും പോലെ ജനപ്രിയമായിരുന്നില്ല എന്നാണ് അണിയറ സംസാരം. അനാച്ഛാദനം ചെയ്യുന്നതിനായി സസ്നേഹം ക്ഷണിക്കുന്നു. ഇരിക്കും.
നമ്മളോട് ഹൃദയം തുറക്കുന്നു. അദ്ദേഹത്തിന്റെ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ MP ഷാനവാസക്ക, നമ്മുടെ MLA KT ജലീൽ അവർ, കാഞ്ചനമ്മ, മറ്റു വിശിഷ്ട വ്യക്തികളെ, മുക്കത്ത് എൻ്റെ സഹോദരങ്ങളെ, നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് 95-96 കാലഘട്ടത്തിൽ ഒരു മാസം ഞാൻ മുക്കത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. ആലഞ്ചേരി തെമ്പ്രാക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെയായിരുന്നു. അന്നാണ് മുക്കത്തെക്കുറിച്ച് അറിയുന്നത്. അതിനുശേഷം പിന്നെ വന്നത് കഴിഞ്ഞ തവണ ഇവിടെ കാഞ്ചനാമ്മയുടെ ചില വാർത്തകൾ മാധ്യമങ്ങൾ കണ്ടതിന് ശേഷമാണ്. ഇവിടെ വരുന്ന, സത്യം പറഞ്ഞ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. നമ്മൾ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, JP ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാർത്തകൾ വന്നിട്ടും ഒരമ്മയുടെ സ്വപ്നം എന്നുള്ള വിഷയം കണ്ടപ്പോൾ ആരും അനങ്ങുന്നൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ വരികയും അത് മനസ്സിലാവുകയും അന്ന് ആ അമ്മയുടെ സ്വപ്നം പൂവണിയിക്കാൻ നമ്മളെല്ലാം കൂടെയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എറണാകുളത്ത് ചെന്നതിന് ശേഷം ഇന്ന് സ്വന്തം മൊയ്തീൻ എന്ന സിനിമയുടെ സംവിധായകനായിട്ട് സംസാരിച്ചു. ബിമൽ, അതുപോലെ അതിലെ നായകനായിട്ട് അഭിനയിച്ച പൃഥ്വിരാജായിട്ട് സംസാരിച്ചു. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് വേറെ പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലായത്. അപ്പൊ അതില് അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ രണ്ട് ധ്രുവങ്ങളിലായി ഇരിക്കുകയാണ്. നിയമക്കുരുക്കിലൂടെ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കാർ. അപ്പോ ഞാൻ ബിമലിനോട് പറഞ്ഞു, അങ്ങനെ അതൊരു വഴക്കാവാതെ മാറി നിൽക്കാതെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവണം. MGR பார்த்திருக்கேன், சிவாஜியை பார்த்திருக்கேன், ரஜினியை பார்த்திருக்கேன், கமலை பார்த்திருக்கேன். இந்த மாதிரி ஒரு நடிகரை பார்த்ததே இல்லடா. അതുപോലെ തന്നെ കാരണം ഒരു സംവിധായകൻ, അദ്ദേഹം എത്രയോ വർഷം ഇതിന്റെ പുറകിൽ നിന്ന് ഇങ്ങനൊരു പ്രണയത്തെക്കുറിച്ച് ഒരു സിനിമ ഉണ്ടാക്കാനെടുത്ത ഒരു സ്ട്രെസ് സ്ട്രെയിൻ, അതിലൂടെ നമ്മൾ കാഞ്ചനമ്മയെ തിരിച്ചറിഞ്ഞു. ലോകത്തെ അറിയിച്ചത് പല ഷോർട്ട് ഫിലിം വന്നു, മാധ്യമങ്ങളിൽ വന്നു, പക്ഷെ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു സിനിമ വന്നപ്പോഴാണ്. അപ്പോൾ അവർ ബോംബെയിൽ ചില ഫംഗ്ഷനിൽ പെട്ടുപോയി. എൻ്റെ ഒരു ആഗ്രഹം, ഈ സ്വപ്നം, കാഞ്ചനമ്മയുടെ സ്വപ്നം പൂവണിയുമ്പോൾ ആ സിനിമ ഉണ്ടാക്കിയ ആളുകളും ഇവിടെ വന്ന് അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതൊരു വലിയ ഫംഗ്ഷനാക്കി നമ്മൾ മാറ്റണം. കോക്ടെയിലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നമസ്കാരം.